എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി നോക്കാം. ഇതെൻ്റെ തന്നെ ഒരു പരീക്ഷണം നടത്തിയൊരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മിക്സ് വേണം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു പിടി മോസറല്ല ചീസാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളി എന്ന് പറയുമ്പോൾ ഒരു 1/4 ബ്രൊക്കോളി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. വേവിച്ചിട്ടൊന്നുമല്ല, പച്ചയ്ക്കാണ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനാണ് ചേർക്കുന്നത്. ഗ്രീനും വൈറ്റ് ആയാലും കുഴപ്പമില്ല. സ്പ്രിംഗ് ഓണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം മല്ലിയില എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ഒന്ന് മിൻസ് ചെയ്തതാണ്. ഇതിൽ ഇഞ്ചി നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളകൊന്ന് ക്രഷ് ചെയ്തത് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് വൈറ്റ് പെപ്പർ പൗഡറും വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മോസറല്ല ചീസിന് പകരം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ചീസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സ്റ്റഫ് ചെയ്യാനായിട്ട് നമ്മളിവിടെ 2 ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു ബ്രസ്റ്റ് എടുക്കുക. അതിനുശേഷം നമുക്കിത് നൈഫ് വെച്ചിട്ടൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാം. ചിക്കൻ ബ്രസ്റ്റ് മാത്രമായിട്ട് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ എടുക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ടത് ചിക്കൻ ബ്രസ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വിട്ടു പോകരുത്. കുറച്ച് അവിടെ ബാക്കി വെച്ചേക്കണം. ഇതുപോലെ നമുക്കതിനെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് സ്മോക്ഡ് പാപ്രിക്കയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഒന്ന് അതിൽ മുകളിലായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് കഴുകി വെള്ളമായി ഒട്ടും തന്നെ കാണാൻ പാടില്ല. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് മുകൾ ഭാഗം കൊണ്ടൊന്ന് അടയ്ക്കാം. ശേഷം നമുക്കിതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് പാപ്രിക്കയും അതുപോലെ തന്നെ കുരുമുളകും ഉപ്പും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു ബട്ടർ വെച്ചിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബട്ടർ ചെറുതായിട്ടൊന്ന് ഉരുക്കിയതാണ്. ഒരുപാടങ്ങ് ഉരുക്കി പോരുത്. സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനോ അല്ലാന്നുണ്ടെങ്കിൽ മല്ലിയിലോ ഒക്കെ ഇടാം. ഇത് ചെറിയൊരു ഉപ്പുള്ള ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പില്ലാത്ത ബട്ടറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ബ്രസ്റ്റിന് മുകളിലായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കൂടുതൽ ഓയിലായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതേ സമയം നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 180 ഡിഗ്രിയിൽ. ഇത് അവനിലും അല്ലാതെ തന്നെ ഫ്രൈങ് പാനിലും ചെയ്തെടുക്കാൻ പറ്റും. ഫ്രൈങ് പാനിലാണെന്നുണ്ടെങ്കിൽ ചെറുതീയിലിട്ട് നിങ്ങൾ തിരിച്ച് മറിച്ചു വിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിവിടെ ഇപ്പം ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ഒരു ബേക്കിംഗ് ട്രേയിൽ അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ ഒന്ന് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രി സെൽഷ്യസിലാണ് അവൻ പ്രീഹീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഏകദേശം ഒരു മിഡിൽ റാക്കിലായിട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ കുറഞ്ഞ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 40 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും. നിങ്ങൾ നോക്കുക, ഓരോവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഇത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നമ്മുടെ ബേക്ക്ഡ് ചിക്കൻ ബ്രസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ കഴിക്കുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്